കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെങ്കിലും മാർക്കറ്റിൽ സ്ട്രെങ്ത് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. 25,700 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. മാർക്കറ്റ് 25,700 എന്ന സ്ട്രോങ് സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡേ ഹൈ ആയ 26,200 വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.6%, നാസ്ഡാക്ക് 0.9% ഉയർന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തു. ഇന്ന് അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ കൂടി പുറത്തു വരികയാണ്. അമേരിക്കയുടെ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള വ്യക്തമായ ഇയർലി ഇൻഡിക്കേഷൻ നൽകുന്ന ഒരു എക്കണോമിക് ഡേറ്റയാണ് അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും ഇനി അമേരിക്കൻ മാർക്കറ്റ് ബിഹേവ് ചെയ്യുക. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 1,100 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഇൻഡോ US ഡീൽ യാഥാർത്ഥ്യമാകും എന്നതിനെക്കുറിച്ചുള്ള ചില സ്പെക്കുലേഷനുകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നതും ഒക്ടോബർ മാസത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി തുടരുന്നതും മാർക്കറ്റിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന്, കോൾഗേറ്റ് പാമോലീവ്. കഴിഞ്ഞ ദിവസം HULൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിൽ പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. അതേസമയം കോൾഗേറ്റ് പാമോലീവിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 17% ഇടിഞ്ഞ് 395 കോടിയിൽ നിന്നും 327 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 6% ഇടിഞ്ഞ് 1,611 കോടിയിൽ നിന്നും 1,519 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ EBITDA 6% ഇടിഞ്ഞപ്പോൾ മാർജിൻ ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. സാഗർ സിമെൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 26% വർദ്ധിച്ച് 475 കോടിയിൽ നിന്നും 602 കോടിയിലേക്ക് എത്തി. EBITDA 19 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് ഇംപ്രൂവ് ചെയ്യുകയും മാർജിൻ 4% നിന്നും 8.5% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ ലോസ് 55 കോടിയിൽ നിന്നും 42 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. PTC ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 86% വർദ്ധിച്ച് 47 കോടിയിൽ നിന്നും 88 കോടിയിലേക്ക് എത്തി. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6% ഇടിഞ്ഞ് 77 കോടിയിൽ നിന്നും 72 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ശർമ്മ SGS എന്ന കമ്പനി സോളാർ എനർജി എന്ന കമ്പനിയെ 170 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി പ്രീമിയർ എനർജീസുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പിന് ബിസിനസ് എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി UK-യിൽ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതിന് വേണ്ടി MotoGP എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിലെത്തുകയും Euro 5+ റേഞ്ച്, ഹങ് 440 തുടങ്ങിയ മോഡലുകൾ യൂറോപ്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. തമിഴ്നാട് മർക്കൻറ്റൈൽ ബാങ്ക് തമിഴ്നാട്ടിൽ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കെയ്ൻസ് ടെക്നോളജി സെൻസോണിക് എന്ന കമ്പനിയെ ഫ്രേസർ സെൻസർ ടെക്നോളജി ഗ്രൂപ്പിൽ നിന്നും സെൻസോണിക് എന്ന കമ്പനിയുടെ 7% സ്റ്റേക്ക് അക്വയർ ചെയ്തതുകൊണ്ട് കെയ്ൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻസുലേഷൻ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. SME കാറ്റഗറിയിൽ നിന്നും BSE NSE മെയിൻ ബോർഡിലേക്ക് കമ്പനി വരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസുലേഷൻ എനർജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ARSS ഇൻഫ്ര എന്ന കമ്പനിക്ക് ശിവം കോണ്ടേവ് എന്ന കമ്പനിയിൽ നിന്നും 164 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. NTPC ഗ്രീൻ എനർജി 92 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രൊജക്റ്റിൻ്റെ 9.9 മെഗാവാട്ട് ഡെവലപ്പ് ചെയ്യുകയും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ട് NTPC ഗ്രീൻ എനർജിയും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്